ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ടോപ്പിക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ട വിഷയമാണ്. അതായത് ഹോപ്പനോപ്പനോ പ്രയറിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. കാരണം ആദ്യം ഈ പ്രയറിനെ കുറിച്ച് കേട്ടപ്പം എനിക്കത് ഒട്ടും വിശ്വസനീയമായി തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു പ്രയർ ആയിരുന്നു അത്. പക്ഷേ ഇന്ന് ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചതുമായിട്ടുള്ള ഒരു പ്രയറാണ് ഈ ഹോപ്പനോപ്പനോ പ്രയർ. ഈ ഹോപ്പനോപ്പനോ പ്രയർ നമുക്ക് എല്ലാ ബ്ലോക്സും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഇപ്പം പണസംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഹെൽത്ത് ബുദ്ധിമുട്ടുകളോ അങ്ങനെ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് ഈ ഒരു ഹോപ്പനോപ്പനോ പ്രയർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബിഹൈൻഡിലുള്ള ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഈ ഹവായൻ ദ്വീപിലെ ആൾക്കാർ വീടുകളിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ ഒരു പ്രീസ്റ്റിനെ അവരെ ആ ദ്വീപിൽ പ്രീസ്റ്റിനെ വിളിച്ചു വരുത്തുമായിരുന്നു. അപ്പോൾ ആ പ്രീസ്റ്റ് അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പ്രെയർ ആയിരുന്നു ഈ പ്രെയർ. അതായത് നമുക്കിടയിൽ എന്തെങ്കിലും ദേഷ്യമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് അന്യോന്യം പ്രശ്നങ്ങൾ ഒരു വീട്ടിൽ തന്നെ. ഇപ്പോൾ ഒരു 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാതെ ആകുമ്പോഴാണ് ഒരു നെഗറ്റീവ് എനർജി ആ വീട്ടിൽ ഫുള്ള് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രെയർ ആ പ്രീസ്റ്റ് ഉപയോഗിച്ചിരുന്നതെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഈ ഒരു പ്രെയർ ആ ഹവായൻ ദ്വീപിൽ മാത്രം നിന്നൊരു പ്രെയർ ആയിരുന്നു. അത് ലോകത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചത് ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു, ഡോക്ടർ ഹ്യൂലൻ. അദ്ദേഹം എങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചതെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ ഒരു സൈക്കോളജിസ്റ്റായിട്ട് ജോയിൻ ചെയ്തു. അദ്ദേഹം അവിടെ ചെന്നപ്പം അവിടുത്തെ നേഴ്സ് പറഞ്ഞു, ഡോക്ടർ ഇവിടുത്തെ പേഷ്യൻസിനൊന്നും കാണാൻ പറ്റില്ല, കാരണം ഇവിടെയുള്ള പേഷ്യൻസ് എല്ലാം റേപ്പിസ്റ്റും ഭയങ്കര ക്രിമിനൽസുമാണ്, അവർ ഡോക്ടേഴ്സിനെയും നേഴ്സസിനെയും ഒന്നും കാണാൻ വേണ്ടി സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, അതെനിക്ക് സാരമില്ല, എനിക്ക് പേഷ്യൻസിനൊന്നും കാണേണ്ട കാര്യമില്ല, എനിക്ക് അവരെല്ലാം ഫയൽ തന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടർ ഓരോ ദിവസവും ഓരോ പേഷ്യൻസിൻ്റെ വെച്ചിട്ട് ഫയലുകൾ എടുത്തിട്ട് ഈ പ്രെയർ ചൊല്ലാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ 3 വർഷം കൊണ്ട് ആ മെൻ്റൽ ഹോസ്പിറ്റൽ ക്ലോസ് ചെയ്തു എന്നാണ് ആ ഒരു കഥ പറയുന്നത്. എനിക്ക് ആദ്യം കേട്ടപ്പോൾ ഈ കഥ ഒട്ടും വിശ്വസനീയമായിട്ട് തോന്നിയില്ല. അപ്പം ഇതെന്താണ്, ഒരു ഡോക്ടർ അങ്ങനെ പ്രാർത്ഥിച്ചാൽ, രോഗിയെ പോലും കാണാതെ പ്രാർത്ഥിച്ചാൽ അങ്ങനെ എല്ലാ രോഗികളുടെയും പ്രശ്നങ്ങൾ മാറുമോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നിരുന്നു. പക്ഷെ ഞാൻ അവിചാരിതമായിട്ടാണ് ഈ ഒരു പ്രെയർ ചൊല്ലി തുടങ്ങിയത്. അപ്പോൾ തന്നെ എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. കാരണം നേരത്തെയൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്ത് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഞാൻ ഈ പ്രെയർ ചെല്ലാൻ തുടങ്ങിയതിന് ശേഷം തന്നെ ഞാൻ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതായി. ഇപ്പം നമ്മൾ എന്താണോ അതിൽ തന്നെ ഞാൻ ജീവിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ നമ്മുടെ ദേഷ്യം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കുറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പം നമുക്ക് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ പ്രെയർ ചൊല്ലാം. ഇതാകെ ഒരു 4 കാര്യങ്ങളേ ഉള്ളൂ. ഐ ആം സോറി, അതായത് എന്നോട് ക്ഷമിക്കൂ. പ്ലീസ് ഫോർഗീവ് മീ, ഞാൻ ചെയ്ത തെറ്റുകൾ. ഇപ്പം മനുഷ്യർ പല തെറ്റുകളും ചെയ്യുന്നുണ്ടാവും, അപ്പം അത് എന്നോട് ക്ഷമിക്കൂ. പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു, ഐ ലവ് യു. ഈ ഒരു 4 വാക്കുകളെ ഈ ഒരു പ്രെയറിനകത്ത് വരുന്നുള്ളൂ. ഇപ്പം നമുക്ക് ഹെൽത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ, നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടാനാണെങ്കിൽ ഡിയർ ഹെൽത്ത്, അപ്പം നമ്മുടെ ഇത് ചൊല്ലുമ്പോൾ ഒരു 108 വട്ടം ചൊല്ലണം. അതൊരു ഡിവൈൻ നമ്പറായിട്ട് കണ്ടുകൊണ്ട് ഒരു 108 108 വട്ടം ചെല്ലുന്നതാണ് നല്ലത് ഈ പ്രെയർ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 മിനിറ്റെങ്കിലും നിങ്ങൾ ഈ പ്രെയർ ചൊല്ലുക. ഈ പ്രെയർ ചൊല്ലുമ്പോൾ നമ്മുടെ ഹൃദയത്തോട് നമ്മുടെ കൈ ചേർത്ത് വെക്കണം. ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ ആദ്യം പറയേണ്ടത്, നമ്മൾ തന്നെ നമ്മുടെ ഇമോഷൻസിനും നമ്മുടെ ഫീലിങ്സിനും നമ്മൾ തന്നെയാണ് റെസ്പോൺസിബിൾ എന്നാണ് നമ്മൾ ആദ്യം നമ്മുടെ ഹൃദയത്തോട് കൈവച്ച് പറയേണ്ടത്. അതിനുശേഷം നമുക്കിപ്പം ഹെൽത്ത് ആണെങ്കിൽ നമ്മൾ പറയണം, കാരണം നമ്മൾ ഒരുപാട് ടെൻഷൻ ആയതുകൊണ്ട് നമ്മുടെ ഹെൽത്തിന് എന്തെങ്കിലും, കാരണം നമ്മുടെ മൈൻഡ് ഒരുപാട് നമ്മുടെ ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ ചിലപ്പോൾ ഒരുപാട് ടെൻഷൻ അടിക്കുക, അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഹെൽത്തിനെയും അത് അഫക്റ്റ് ചെയ്യും. അപ്പം നമ്മുടെ ഹെൽത്തിനോട് തന്നെ ആദ്യം മാപ്പ് ചോദിക്കണം. എന്തെങ്കിലും നമ്മുടെ ഓവറായിട്ടുള്ള ഇതുമൂലം നമ്മുടെ ഹെൽത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ,
താങ്ക് യു, ഐ ലവ് യു. നമ്മൾ ആ ഒരു ഫീലിങ്ങിൽ തന്നെ നമ്മളിത് പറയണം. അല്ലാതെ ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് ഉണ്ടാവില്ല, നമുക്കൊരു എഫക്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ആ ഒരു ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു, ആ ഒരു ഫീലിംഗ്, ആ ഒരു യൂണിവേഴ്സിൽ നമ്മൾ ആ ഒരു ഫീലിങ്ങോട് കൂടി തന്നെ പറയണം. കാരണം നമുക്ക് യൂണിവേഴ്സ് നമുക്കൊരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് താങ്ക് യു പറയണം. നമ്മളെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുത്തുണ്ടെങ്കിൽ ഐ എം സോറി പറയണം. അതുകൊണ്ട് ഈ 4 നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം പണസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഡിയർ മണി, നമ്മൾ ചിലപ്പോൾ പൈസ എന്തിനാ അത്, അപ്പം അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് മൂലം ചില ബ്ലോക്കുകൾ നമുക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഡിയർ മണി, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഡിയർ മണി, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇങ്ങനെ 108 തവണ നിങ്ങൾ ആ ഒരു ഇമോഷനോട് കൂടി പറഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പണസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ബ്ലോക്കുകളോ അതൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാറിക്കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്തിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രെയർ ചെല്ലാവുന്നതാണ്. അതൊരു 108 വട്ടം ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ പ്രെയർ നിങ്ങൾക്ക് ചെല്ലാം. ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഇതുകൊണ്ട് ചേഞ്ചസ് ഉണ്ടാവും. കാരണം ഞാനത് എൻ്റെ ലൈഫിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട് ഞാനിത് ചെയ്തുകൊണ്ട്, ഈ പ്രെയർ ചൊല്ലിയതുകൊണ്ട്. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഒരു നെഗറ്റീവ് ഇമോഷൻസും നിങ്ങളെ അഫക്റ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്യുന്നൊരു പ്രെയറാണിത്. ഓക്കെ, താങ്ക് യു.